തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കൂ. പ്രതികരിച്ച കൽപ്പനയുടെ മകൾ. പിന്നണി ഗായിക കൽപ്പന രാഘവേന്ദർ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചെന്ന വാർത്തയിൽ പ്രതികരണവുമായി മകൾ ദയാപ്രസാദ്. അമ്മയുടേത് ആത്മഹത്യാ ശ്രമമല്ലെന്നും ഉറക്കക്കുറവിനെ തുടർന്ന് ഡോക്ടർ നിർദ്ദേശിച്ച പ്രകാരമാണ് മരുന്ന് കഴിച്ചതെന്നും അതല്പം ഓവർഡോസ് ആയിപ്പോയെന്നും മകൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. തങ്ങളുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും ദയ പറഞ്ഞു. അമ്മ സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു. ഉടൻ ആശുപത്രിയിൽ നിന്നും മടങ്ങിവരും. ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മ ഒരു ഗായികയാണ്, കൂടാതെ ഒരു വിദ്യാർത്ഥിയുമാണ്. LLBയും PhDയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉറക്കമില്ലായ്മയ്ക്ക് അമ്മ ചികിത്സ തേടിയിരുന്നു. ഡോക്ടർ നിർദ്ദേശിച്ച മരുന്നുകൾ കഴിക്കുന്നുണ്ട്. ഉറക്ക ഗുളിക അല്പം ഓവർഡോസ് ആയിപ്പോയി. അതാണ് സംഭവിച്ചത്. അല്ലാതെ ഇത് ആത്മഹത്യാ ശ്രമമല്ല. സത്യം വളച്ചൊടിക്കരുത്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുമെന്നും ദയാപ്രസാദ് പറഞ്ഞു. ബുധനാഴ്ച രാവിലെയാണ് നിസാംപൂട്ടിലെ വസതിയിൽ കൽപ്പനയെ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത്. 2 ദിവസമായിട്ടും വീടിന്റെ വാതിൽ അടഞ്ഞുകിടക്കുന്ന കണ്ട സെക്യൂരിറ്റി ജീവനക്കാരനാണ് മറ്റുള്ളവരെ വിവരമറിയിച്ചത്. പിന്നാലെ പോലീസ് എത്തി വീട് തുറന്നു നോക്കിയപ്പോൾ കൽപ്പനയെ അബോധാവസ്ഥയിൽ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചു. സംഭവ സമയത്ത് കൽപ്പനയുടെ ഭർത്താവ് ചെന്നൈയിലായിരുന്നു. ഗായകൻ TS രാഘവേന്ദ്രയുടെ മകളാണ് കൽപ്പന. നിരവധി സംഗീത റിയാലിറ്റി ഷോകളിലും പങ്കെടുത്തിട്ടുണ്ട്. അതേസമയം ബോധം തിരിച്ചു കിട്ടിയതോടെ പോലീസ് കൽപ്പനയുടെ മൊഴി രേഖപ്പെടുത്തി. ഉറങ്ങാൻ കഴിയാത്തതുകൊണ്ട് ഉറക്ക ഗുളിക അധികം കഴിച്ചു. 8 ഗുളികകൾ കഴിച്ചിട്ടും ഉറങ്ങാനായില്ല. ഇതോടെ 10 ഗുളികകൾ കഴിക്കുകയായിരുന്നു എന്നാണ് ഗായിക പോലീസിന് മൊഴി നൽകിയത്. മകളുമായി തിങ്കളാഴ്ച ചില കാര്യങ്ങളിൽ തർക്കിച്ചിരുന്നു. ചൊവ്വാഴ്ചയാണ് എറണാകുളത്ത് നിന്നെത്തിയത്. സംഭവത്തിൽ ആരെയും കുറ്റപ്പെടുത്തരുതെന്നും കൽപ്പന പറഞ്ഞു.